1828. കടലിന്റെ തിരമാലകളിൽ വഴിതെറ്റിയ ഒരു യാത്രികൻ ഒരു കര കാണാതെ ദിവസങ്ങളായി ഈ മഹാസമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനസ്സിൽ മരണം ഓർപ്പിച്ചവന് ദൈവം കരുതി വച്ചിരുന്നത് മരണത്തേക്കാൾ വലിയൊരു പരീക്ഷണമായിരുന്നു. ആ വലിയ കടലിന്റെ നടുവിൽ ഒരിത്തിരി മണ്ണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മര്യാദയ്ക്ക് മലയാളത്തിൽ പറഞ്ഞാൽ, ഈ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഉപ്പോളം കുടിച്ച് ചത്തേനെ. എങ്ങോട്ട് നോക്കിയാൽ ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ഈ സ്ഥലത്തു നിന്നാണ് സർവൈവ് ചെയ്ത് തുടങ്ങാനായിട്ട്. പക്ഷെ ഞാൻ പിൻവാങ്ങത്തില്ല. ഈ ഒരു ഐലൻഡിൽ നിന്നുകൊണ്ട് തന്നെ ഈ കടലിന്റെ രാജാവാൻ പോവുകയാണ് ഞാൻ. അതിന് എത്ര ദൂരം പോകേണ്ടി വന്നാലും നമ്മളത് പോയിരിക്കും. ആദ്യത്തെ കാര്യം നമുക്ക് ആദ്യം തന്നെ ചെയ്തേക്കാം. നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാം ഇവിടെ. പിന്നെയും നമുക്ക് ഒരുപാട് കളിച്ച് റിസോഴ്സ് ഒക്കെ ഗ്യാദർ ചെയ്തിട്ട് ഇവിടെ വലിയൊരു മെഗാ ബേസ് നമുക്ക് ഉണ്ടാക്കണം. ഈ ഒരു വേർഡിനകത്ത് ഞാൻ എന്തുണ്ടാക്കിയാലും ഈ ഒരു ഐലൻഡിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റണം ആ ഒരു ബിൽഡിംഗ്. അതായത് ഈ കാണുന്ന വെള്ളത്തിലല്ലാതെ വേറെ ഒരു സ്ഥലത്ത് ഞാൻ ഈ വീട്ടിലൊന്നും ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ കംപ്ലീറ്റ് മെഗാ ബേസ് ഈ ഒരു ഐലൻഡിന് ചുറ്റുമായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ അടുത്ത് ഞാൻ വേറെ ഒരു ലാൻഡും കാണുന്നില്ല. എനിക്ക് കാണാൻ പറ്റുന്ന ദൂരം ഞാൻ ഇവിടെ ഫുൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അടുത്ത് വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് ഓഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചുറ്റിനും കാണുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം സർവൈവ് ചെയ്ത് നെതറിലോട്ടൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റും. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കി ഇവിടെ നിന്ന് ഞാൻ സ്ഥലം വിടുന്നില്ല. നമ്മളെ കംപ്ലീറ്റ് സീരീസും ഈ ഒരു ഒറ്റ ഐലൻഡിൽ തന്നെ ആയിരിക്കും. ഇവിടെ ഞാൻ എന്ത് ബിൽഡ് ചെയ്താലും ഈ ഒരു ഐലൻഡിന് ചുറ്റും മാത്രമേ ബിൽഡ് ചെയ്യുള്ളൂ. അത് ഫാർമായാലും ശരി, വേറെ എന്ത്